Watch full episodes on Jio Hotstar. ഇതെന്താണിത്? മമ്മി മമ്മി യൂടി ആണുങ്ങല്ലേ, നിന്റെ തലയുടെ മുകളിൽ 2 വലിയ തേളുകളാ ഉള്ളത്. അവ രണ്ടുപേരും തല്ലുകൂടുവാണ് അവിടെ. എന്നാ എന്നെ രക്ഷിക്കൂ ശിവ. യൂടി, അതായത് നീ എന്നെ കയറി പിടിച്ചോ. രക്ഷിക്കൂ ശിവ. യൂടി എങ്ങോട്ടാ പോകുന്നത്? അതെ, നമുക്ക് അങ്ങോട്ട് പോകാം. ഒറ്റയ്ക്ക് പോകല്ലേ രേവ, അവിടെ നിൽക്കൂ. അങ്ങോട്ട് പോകല്ലേ, ഡേഞ്ചറാണ്. മണിയങ്കൾ, ശിവയും യൂടിയും ഭയങ്കര അപകടത്തിലാ ഉള്ളത്. ഞങ്ങൾക്ക് അവിടെ പോയേ പറ്റൂ. പറയുന്നതൊന്ന് കേൾക്കൂ കുട്ടികളെ, ഇവിടെ ഭയങ്കര അപകടമാ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ആ സ്ഥലത്ത് പോയാൽ പിന്നെ രക്ഷപ്പെടില്ല. ആ രാക്ഷസൻ അവൻ എഴുന്നേറ്റ് കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ എല്ലാവരെയും അവൻ കൊന്നൊടുക്കും. അതുകൊണ്ടാ നിങ്ങളോട് പോകല്ലേന്ന് പറഞ്ഞത്. മണിയങ്കിൾ, രാക്ഷസനൊന്നുമില്ല. ഞങ്ങൾക്ക് അവിടെ പോയേ പറ്റൂ. വി ആർ സോറി. അതെ അതെ, ഞങ്ങൾക്ക് പോയേ പറ്റൂ. ഞങ്ങൾ എത്രയും പെട്ടെന്ന് തിരിച്ചു വരാം. നിൽക്കൂ, പോകല്ലേ കുട്ടികളെ, അങ്ങോട്ട് പോകല്ലേ, അപകടമുണ്ട്. ശിവ, ഒരു പക്ഷി വരുന്നു. ശിവ, അത് പുറകെ തന്നെയുണ്ട്. നമ്മളിപ്പോ എന്ത് ചെയ്യും പറ. ശിവ, എനിക്ക് പേടിയാവുന്നു. ശിവ, അത് നമ്മുടെ പുറകെ തന്നെ വരുന്നുണ്ട്. ശിവ, എന്തെങ്കിലും ഒന്ന് ചെയ്യ്, എനിക്ക് പേടിയാകുന്നു. ശിവ, മുറുകെ പിടിച്ചിരുന്നോ? ഓ, എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? ശിവ, വേഗം രക്ഷപ്പെടൂ. യൂടി, ശിവ, ഞാൻ ദേ താഴെ പോകുന്നു. യൂടി, കൈ മുറുകെ പിടിക്ക്. ഇല്ല ശിവ. യൂടി, നീ പേടിക്കല്ലേ, ഞാൻ വന്ന് രക്ഷിക്കാം. കുഴപ്പമൊന്നുമില്ലല്ലോ യൂടി? അതെ ശിവ, കുഴപ്പമില്ല. പക്ഷേ പക്ഷി തിരിച്ചു വരുന്നു. നീ പേടിക്കാതെ ഇവിടെ നിൽക്ക്, ഞാൻ ഉടനെ തന്നെ തിരിച്ചു വരാം. ഇതിനെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ കാര്യം. അങ്ങനെ വന്നോ, ഞാൻ നിന്നെ പാഠം പഠിപ്പിക്കാം. വാ വാ, പെട്ടെന്ന് മുകളിലേക്ക് പോ. ഇപ്പൊ നീ ശരിക്കും കുടുങ്ങിയില്ലേ, തോറ്റുപോയി. പക്ഷെ രേവ, നമ്മളെങ്ങനെയാ അങ്ങോട്ട് പോകുന്നേ? ഐഡിയ. കൊള്ളാലോ, നിങ്ങൾ എത്തിയോ? അയ്യോ ശിവ, നിന്റെ കാലിന് എന്താ പറ്റിയേ? ചെറിയൊരു ഉളുക്കേ ഉള്ളൂ. ഇതെന്താ, എന്നെ രക്ഷിക്കേ.
ശിവ, നീ ഒന്നും അങ്ങോട്ട് പോവല്ലേ. ആദ്യം അങ്ങോട്ട് പോവല്ലേ. നീ എന്താ ഈ ചെയ്യുന്നേ? അപകടം ഉണ്ട് അവിടെ. സൂക്ഷിച്ചു വേണം പോകാനായിട്ട്. അവിടെ തന്നെ നിൽക്കൂ ആദി. പോകല്ലേ മുന്നോട്ട്. ഞാൻ പറയുന്ന കേക്ക്. മുന്നോട്ട് പോകല്ലേ ആദി. അവിടെ നിൽക്ക്. ആദ്യം അത് തൊടാൻ നിൽക്കല്ലേ. ഭയങ്കര അപകടം പിടിച്ചതാ. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നമുക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകാനുള്ളതാ. ആദ്യം തൊടല്ലെന്നാ പറഞ്ഞത്. ഞാൻ പറയുന്നൊന്ന് അനുസരിക്കാതി. എന്തോ കുഴപ്പമുണ്ട് കൂട്ടുകാരെ. നമുക്കെല്ലാവർക്കും രക്ഷപ്പെടാം. ആദ്യം നീ വേഗം ഓടിവോ. എന്റെ അമ്മോ, ഇതെന്തൊക്കെയാ സംഭവിക്കുന്നത്? ഈ അമ്പുകൾ എവിടുന്നാ വരുന്നത്? വേഗം അതിനകത്ത് കേറ്. നമുക്കവിടെ ഒളിച്ചിരിക്കാം. നമ്മളിപ്പോ ശരിക്കും കുറച്ചു നേരത്തിന് രക്ഷപ്പെട്ടു. രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ. രക്ഷിക്കണേ, രക്ഷിക്കണേ. നമ്മളെവിടെയാ വന്നേ? നമുക്കെന്താ സംഭവിക്കുന്നേ? ഇനിയിപ്പോ പേടിക്കണ്ട. എല്ലാരും പുറത്തേക്ക് വരൂ വേഗം. ആർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നമുക്ക് എത്രയും പെട്ടെന്ന് ഈ കാട്ടിൽ നിന്ന് രക്ഷപ്പെടേണ്ടത് അത്യാവശ്യമാണ് കൂട്ടുകാരെ. എന്റെ അമ്മയെ പേടിയായിട്ട് വയ്യ. എന്റെ അമ്മ, ഇതെന്ത് സ്ഥലമാ? എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ആരെങ്കിലും ഒന്ന് പറഞ്ഞുതരോ? നിങ്ങൾ ആരും ഇവിടെയുള്ള സാധനങ്ങൾ തൊടല്ലേ. എനിക്ക് എന്താണ്ട് പോലെ ആവുന്നു. ഇതെന്താ സംഭവിക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ മകൻ വീർക്കുന്നല്ലോ. എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നുന്നു കൂട്ടുകാരെ. ആദി, ഇതെന്താ ഇങ്ങനെ ഒരു മോഹമുള്ളത്? എന്തൊക്കെയാ ഇത് സംഭവിക്കുന്നേ? നമുക്ക് ഇവിടുന്ന് വേഗം രക്ഷപ്പെട്ടേ പറ്റൂ. എല്ലാരും വാ, ഓടിക്കോ ഓടിക്കോ. ശിവ, ശിവ, എന്നെ രക്ഷിക്കേ. ശിവ, ഒന്ന് വേഗം വാ. ശിവ, ഒന്ന് വേഗം വാ.
രേവ തലകുനിക്ക്. നിനക്കൊന്നും പറ്റില്ലല്ലോ. ഇല്ല. നടക്ക്. ഇവിടെ ഒരുപാട് സമയമൊന്നും ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. പരീക്ഷ ചെയ്യാ. ഇതിലും കൂടി ഞാൻ പോവില്ല, പേടിയാ. മൂലമാണ് ഈ വെള്ളം ഓറഞ്ച് കളറായിട്ട് കാണുന്നത്. ഈ വാട്ടർഫാളിന്റെ പുറകെ സ്റ്റോൺ വാൾ ഉണ്ട്. വാള് പൊട്ടിച്ച് നമുക്ക് പോകാൻ പറ്റുമോ? വേറെന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം. ഇതിന്റെ അകത്ത് വലിയൊരു ഗുഹയാണല്ലോ. വേഗം ഔട്ട് കൂട്ടുകാരെ. ഫോൺ അന്വേഷിക്കാനുള്ള സമയം വളരെ കുറവാണ് നമ്മുടെ കയ്യിൽ. ശിവ, നിനക്ക് എങ്ങനെയാണ് ഈ കാര്യം മനസ്സിലായത്? നമ്മളെ വാട്ടർഫാളിലൂടെ ഇങ്ങോട്ട് കടന്നു വരാൻ പറ്റുമെന്ന്? ഞാൻ എറിഞ്ഞ കല്ല് വാട്ടർഫാളിന്റെ ചുമരിൽ തട്ടി ഒരു സൗണ്ട് വന്നില്ലേ? ആ സൗണ്ട് കേട്ടപ്പോ എനിക്ക് തോന്നി ഇതിന്റെ അകത്തുകൂടെ നമുക്ക് പോകാനുള്ള വഴി ഉണ്ടാകുമെന്ന്. പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം, ഈ കാട് മുഴുവനും മാജിക് കൊണ്ട് നിറഞ്ഞു നിൽക്കുക. നമ്മൾ ഇതിലൂടെ ജയിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് കര കാണാം. എനിക്ക് ഹാൻ അന്വേഷിക്കണ്ട, എനിക്ക് വീട്ടിൽ പോയാ മതി. നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നേ? നമ്മള് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ എത്തിയിരിക്കുന്നത്. നോക്കിയേ, ഈ ചിത്രങ്ങള് ഓക്കെയുടെ കഥ പറയുന്ന കണ്ടില്ലേ? ഒരു വശത്തെ ഹാപ്പി വില്ലേജും മറുവശത്തെ ബൂമിംഗ് ഫോറസ്റ്റും. ആ ഡ്രോയിങ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ആ മനുഷ്യരൊക്കെ കാടിനെ തീ വെച്ച് നശിപ്പിച്ചു. അതെന്താ അങ്ങനെ ചെയ്തേ? കാട് നശിപ്പിക്കാൻ ജനങ്ങൾ വെച്ച തീ മുഖേന അവിടെ നിന്ന് ഒരു മോൺസ്റ്ററും രൂപപ്പെട്ടു. അങ്ങനെ ആ മോൺസ്റ്റർ എല്ലാം നശിപ്പിക്കാൻ തുടങ്ങി.
അവസാനം അവിടെയുള്ള ആൾക്കാരിനെല്ലാം മനസ്സിലായി അവര് ചെയ്തത് തെറ്റാണെന്നുള്ള കാര്യം. എന്നിട്ട് അവർ അവസാനം മാപ്പം ചോദിക്കുന്നത് കണ്ടോ? എനിക്ക് തോന്നുന്നു ആ മനുഷ്യൻ ഓക്കെയെ എന്തോ മായാവലയത്തിലാക്കുകയാണെന്ന്. അത് പ്രവർത്തിച്ചുവല്ലോ. അങ്ങനെ ഓക്കെ എന്നേക്കുമായി ഉറങ്ങി. ഇന്ന് നമ്മൾ അവരെ ഉണർത്തി തെറ്റ് ചെയ്തു. പക്ഷേ ഈ ഡ്രോയിങ്ങിൽ നമ്മൾ അന്വേഷിക്കാൻ വന്ന സാധനത്തിനെ കുറിച്ച് ഒന്നും തന്നെ വരച്ചിട്ടില്ലല്ലോ. ഞാൻ ആ ഡ്രോയിങ് കണ്ടപ്പോൾ അതിൽ കണ്ടത് എന്താന്ന് വെച്ചാല് സീഡ്സ് കഴിച്ചത് ഓക്കെ മറഞ്ഞു പോവുകയായിരുന്നു. ചിലപ്പോ ആ സീഡ്സ് ഒക്കെ മോൺസ്റ്ററിനെ ഇല്ലാതാക്കാനുള്ള സൊല്യൂഷൻ ആണെങ്കിലോ. വരൂ പോകാം. Watch India's largest kids library only on Jio Hotstar. Download the app now.